ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രാധികയെ കാണാനായി കണിമംഗലത്തെത്തിയിരിക്കുന്ന വരുണിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ രാധികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വരുൺ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പരമേശ്വരനും പത്മിനിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന പരമേശ്വരനെയും പത്മിനിയെയുമാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ ഉർവശിയും പ്രിയങ്കയും ജയഭാരതിയമ്മയും എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് എത്തുകയാണ്. തുടർന്ന് പരമേശ്വരൻ വരുണിനെ ബലമായി മുറിയിൽ നിന്നും കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴേക്കും പരമേശ്വരന്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് രാധികയുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് വരുൺ. ഇനിയും എനിക്ക് സത്യം മൂടി വെക്കാൻ കഴിയില്ല. എല്ലാവരുടെ മുമ്പിൽ നീ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്നതും എനിക്കിനി കാണാൻ പറ്റില്ല. സത്യങ്ങളെല്ലാം എല്ലാവരും ഇന്ന് തന്നെ അറിയണമെന്നും വരുൺ പറയുമ്പോ ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ജയഭാരതിയമ്മ. തുടർന്ന് ജയഭാരതിയമ്മ പരമേശ്വരനോട് വരുണിന് പറയാനുള്ളത് കേൾക്കാനായി പറയുകയാണ്. അങ്ങനെ പൂജാമുറിയിൽ ചെന്ന് നിന്ന വരുൺ എല്ലാവരോടും പറയുകയാണ്, അന്ന് കതിർ മണ്ഡപത്തിൽ എന്റെ താലിക്ക് മുന്നിൽ കൊണ്ടു നിർത്തിയിരുന്നത് രാധികയാണ്. ഞാൻ താലി ചാർത്തിയത് പ്രിയങ്കയല്ല, രാധികയുടെ കഴുത്തിലാണ് ഞാൻ താലി ചാർത്തിയത്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് രാധികയുടെ കയ്യിൽ നിന്നും ആ രാധാകൃഷ്ണൻ ലോക്കറ്റുള്ള മാല വലിച്ച് പുറത്തേക്കിട്ട് എല്ലാവരെയും കാണിക്കുകയാണ് വരുൺ. എന്നാൽ പ്രിയങ്ക തന്റെ താലി പൊട്ടിച്ചു എന്നുള്ള സത്യം അറിയാവുന്ന രാധിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരുണിനെയും മറ്റുള്ളവരെയും നിസ്സഹായ അവസ്ഥയിൽ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. താലിയില്ലെന്നുള്ള കാരണത്താൽ വരുൺ പറഞ്ഞ സത്യങ്ങൾ എല്ലാവരും തള്ളിക്കളയുമോ, അതോ വരുൺ പറഞ്ഞ സത്യത്തെക്കുറിച്ച് അന്വേഷിക്കാനായി പരമേശ്വരൻ തന്നെ മുന്നിട്ടിറങ്ങുമോ എന്ന് വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.